ഈസി എക്സ്പോർട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂസിൻ്റെ ആവശ്യപ്രകാരം കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാൻ സാധിക്കുന്ന 5 ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 5 ബിസിനസ് എനിക്ക് വ്യക്തമായിട്ട് പേഴ്സണലായിട്ട് അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയും വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബിസിനസ്സിനാണ്. ആ ഈ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണോ അറിയേണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ അവരിൽ നേരിട്ട് ചെന്ന് അവരെ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങൾക്ക് എല്ലാത്തിനും മറുപടി തരുന്നതാണ്. ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫുഡ് ബിസിനസ്സിനെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയാം, ഇപ്പോൾ ഫുഡ് ബിസിനസ് വളരെയധികം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ ഫുഡ് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന കുറേ ഫുഡ് ബിസിനസ്സിൽ വളരെ കുറഞ്ഞ സാധനങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഒരു 10 ലക്ഷം രൂപയെ താഴെ മുതൽ മുടക്കിയാൽ നിങ്ങൾക്ക് നൈസ് പത്രി, ഇടിയപ്പം, പൊറോട്ട ആൻഡ് ഇഡ്ഡലി ഇതുപോലുള്ള സാധനങ്ങൾ റെഡി ടു ഈറ്റ് ആക്കി ഫ്രഷായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ആളുകൾക്ക് എത്തിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു കൗണ്ടർ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ കൗണ്ടറിൽ നിന്ന് ഇത് വാങ്ങുന്നതാണ്. ഈ ബിസിനസ്സിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ലെവൽ വരെ വേണമെങ്കിലും ഈ ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടു പോകാം. കാരണം എക്സ്പോർട്ട് രംഗത്ത് ഒരുപാട് ആളുകൾ ഈ ഐറ്റംസ് റെഡി ടു കുക്ക് എന്നുള്ള റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് എന്ന രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും. രണ്ടാമതായി നമ്മൾ പറയാൻ പോകുന്നത് സ്പൈസസ് ബിസിനസ്സിനെ കുറിച്ചാണ്. സ്പൈസസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്പൈസസിൻ്റെ വാല്യൂ എന്താണെന്ന്. ഒരുപാട് ആളുകൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ സ്പൈസസ് ബൾക്കായിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ചെറിയൊരു ഷെഡ് ഉണ്ടെങ്കിൽ അവിടെ റീപാക്ക് ചെയ്ത് 100 ഗ്രാമിൻ്റെയും 200 ഗ്രാമിൻ്റെയും 250 ഗ്രാമിൻ്റെയും പാക്കറ്റുകളാക്കി മാർക്കറ്റുകളിൽ കൊടുക്കാവുന്നതാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാം, കടകളിൽ കൊടുക്കാം. അത് ഏലക്ക, ബ്ലാക്ക് പെപ്പർ അതായത് കുരുമുളക് ഇത്യാദി സാധനങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല ലാഭത്തോടു കൂടി, കാരണം വലിയ ബൾക്കായിട്ട് വാങ്ങിയിട്ട് ചെറിയ പാക്കറ്റായി കൊടുക്കുമ്പോൾ അതിന് ലാഭം കൂടുതലാണ്. ഒരുപാട് പേർക്ക് ആ ബിസിനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ്. അതിനും വലിയ കാര്യമായ മുടക്കില്ല ഇനിഷ്യലി. അതുമാത്രമല്ല ആ ബിസിനസ്സും നമുക്ക് വലിയ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുന്ന ബിസിനസ്സാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടെക്സ്റ്റൈൽ ബിസിനസ്സിനെ കുറിച്ചാണ്. ടെക്സ്റ്റൈൽ ബിസിനസ് നമ്മൾ വലിയ ഏരിയ ആണെങ്കിലും അതിനകത്ത് കുട്ടികളുടെ ഉണ്ട്, ലേഡീസിൻ്റെ ഉണ്ട്, ജെൻസ് ഉണ്ട്. ഞാൻ പറയാൻ പോകുന്നത് ജെൻസിൻ്റെ ഷർട്ടിനെ കുറിച്ചാണ്. ഷർട്ട് ആൻഡ് പാൻസ്. ഒരുപാട് പേര് നമ്മുടെ നാട് നീളെ കാണാം. ഒരുപാട് മെൻസ് വെയറുകൾ ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. അതിന് ലാഭമുള്ള ബിസിനസ്സാണ്. നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ ഷർട്ട് മാനുഫാക്ചേഴ്സിൻ്റെ ഷർട്ട് കിട്ടും. നിങ്ങളുടെ ബ്രാൻഡിൽ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരു ചെറിയ ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടാണെങ്കിൽ ഒരുപാട് പേര് ഈ ഷർട്ടിൻ്റെ രംഗത്ത് വിജയിച്ചിട്ടുണ്ട്. കൂടാതെ ഷർട്ട് ക്വാളിറ്റിയോടുകൂടി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിന് എക്സ്പോർട്ട് രംഗത്തും ഇതിന് വലിയൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബിസിനസ് തന്നെയാണ്. നാലാമതായി നമുക്ക് പറയാൻ പോകുന്നത് പ്രിൻറ്റിങ്ങിനെ കുറിച്ചാണ്. പ്രിൻറ്റിങ് എന്ന് പറയുമ്പോൾ പേപ്പറിലെ പ്രിൻറ്റിങ്ങോ അല്ലെങ്കിൽ കവറിലെ പ്രിൻറ്റിങ്ങോ മാത്രമല്ല, ടീഷർട്ട് പ്രിൻറ്റിങ്, മെയിൻലി ടീഷർട്ട് പ്രിൻറ്റിങ്, ഫ്ലാഗ്, ജേഴ്സി ഇതിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള പിക്ചേഴ്സ്, പലതരത്തിലുള്ള നമ്പർ ഇതെല്ലാം പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രമായിട്ട് നമുക്ക് യൂണിറ്റ് തുടങ്ങാവുന്നതാണ്. അതിനും ഒരു 50,000 രൂപയുണ്ട് എങ്കിൽ അതിൻ്റെ ചെറിയ മെഷീൻസ് വാങ്ങാൻ കിട്ടും. ഒപ്പം തന്നെ മഗ്ഗിൽ പ്രിൻ്റ് ചെയ്യാം, പ്ലേറ്റിൽ പ്രിൻ്റ് ചെയ്യാം, അങ്ങനെ പല പോളിസ്റ്റർ ഷർട്ടുകൾ പ്രിൻ്റ് ചെയ്യാം, യൂണിഫോമിറ്റി വരുന്ന കളർ കോഡുകൾ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഈ ബിസിനസ് നമുക്ക് ഒരു 50,000 രൂപ മുതൽ മുടക്കിൽ ചെയ്യാവുന്നതാണ്. ഒരുപാട് പേര് ഇവിടെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് സ്ക്രീൻ പ്രിൻറ്റിങ്, ചെറിയ മുതൽ മുടക്കുള്ള ഒരു സ്ക്രീൻ ഉണ്ടാക്കുക, പ്രിൻറ്റ് ചെയ്യുക. ഇതിന് പ്രത്യേക കോഴ്സ് വരെയുണ്ട്. ചെറിയ കോഴ്സ് 1-2 ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഇതൊക്കെ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്നും ഏതൊക്കെ മെഷീനാണ് ഉള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറഞ്ഞ മുതൽ മുടക്കിൽ ഈ പ്രിൻറ്റിങ്ങും നമുക്ക് നടത്താവുന്നതാണ്. അഞ്ചാമതായിട്ട് നാം പറയാൻ പോകുന്ന ബിസിനസ് മില്ലറ്റ്സിനെ കുറിച്ചാണ്. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ധാന്യങ്ങൾ. നാളെ വരാൻ പോകുന്ന ഒരു വലിയ ബിസിനസ്സാണ് മില്ലറ്റ്സിൻ്റെ ബിസിനസ്, ധാന്യങ്ങളുടെ ബിസിനസ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കുന്ന എല്ലാവരും തന്നെ മില്ലറ്റ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങളുണ്ട്, ധാന്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഈ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന തമിഴ്നാട് മേഖലയിൽ നിന്ന് ബൾക്ക് ക്വാണ്ടിറ്റി 50 കിലോ 100 കിലോ ചാക്ക് കൊണ്ടുവന്നിട്ട് ഈ മില്ലറ്റ്സിനെ തരംതിരിച്ച് ചെറിയ പാക്കറ്റുകളാക്കി മാർക്കറ്റിലൂടെ വിൽക്കുന്നുണ്ട്. ഈ മില്ലറ്റ്സ് നമുക്ക് വളരെ ലാഭകരമായിട്ട് ഒരു 50% ലാഭത്തിൽ കൂടുതൽ നമുക്ക് വിൽക്കാവുന്ന സാധനങ്ങളാണ്. ഈ മില്ലറ്റ്സിനെ നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി പിന്നീട് മാറ്റാവുന്നതാണ്. ഈ വാല്യൂ ആഡഡ് ഫോർ ഹെൽത്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഷുഗറുള്ളവർക്ക് കഴിക്കാം, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് കഴിക്കാം. അങ്ങനെ പലതരത്തിലുള്ള, അതായത് ചാമ, റാഗി, തിന, ഇങ്ങനെയുള്ള കമ്പം, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് മില്ലറ്റ്സിൽ അധികം വരിക.
ഇത് ഒരു വലിയ ഫ്യൂച്ചറിക് ബിസിനസ്സാണ്. ഈ പറഞ്ഞ എല്ലാ ബിസിനസ്സും നിങ്ങളെന്ത് ചെയ്യണം, വളരെ കൃത്യമായി പ്ലാനിങ്ങോട് ചെയ്താൽ കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം വിജയിപ്പിക്കാവുന്നതാണ്. അങ്ങനെ വിജയിപ്പിച്ച ആളുകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങളുടെ അടുത്ത വീഡിയോകളിൽ ഈ ഓരോ പ്രോഡക്റ്റും ചെയ്ത് വിജയിപ്പിച്ച ആളുകളുമായി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇതിൽ നിന്ന് കിട്ടി. ഇനി ഫർദറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യാവുന്ന വിദഗ്ധമായ പ്രൊഫഷണൽസ് ടീം ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്. താങ്ക് യു.